വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. അങ്ങനെ മിഖായിലോ മുഡ്രിക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആർസണൽ ഫാൻസ്, താങ്ക് യു. നിങ്ങൾക്ക് വരേണ്ട പ്ലെയറിനെ ഞങ്ങൾ നിർബന്ധപൂർവ്വം തട്ടിയെടുത്തതിന് ശേഷം അവസാനം ഇപ്പൊ അവന് ഒരു 4 വർഷത്തെ ബാൻ ആണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ഒരു 1.5 വർഷമായിട്ടൊക്കെ കുറയ്ക്കാം. കാരണം പോൾ പോഗ്ബ അതുപോലെ അപ്പീൽ ചെയ്തിട്ട് 1.5 വർഷമായിട്ട് കുറച്ചു. 1.5 വർഷമായാലും അതൊരു വലിയൊരു കാലയളവ് തന്നെ. ഇവന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലയളവാണ്. ഒരു 2 കൊല്ലം ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ കിട്ടുന്ന ഒരു 10 വർഷത്തിൽ 2 വർഷം പോയി കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര പാടാണ്. പിന്നെ ഇത് തിരിച്ചു കയറി വരാന്ന് പറയുന്നത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അവൻ ചെറുപ്പമല്ല. അവനത് ആയി വരുമ്പോഴത്തേക്കും ഒരു 10-26 വയസ്സാവുകയും ചെയ്യും. അതിനു മുമ്പ് അവന്റെ പൊട്ടൻഷ്യൽ ഇതുവരെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മിഖായിലോ മുഡ്രിക്കിന്റെ കാര്യം ഏകദേശം തീരുമാനമായി. അപ്പൊ നൗ ഹീസ് സസ്പെൻഡഡ്. അപ്പൊ നമ്മൾ വേറെ നിവൃത്തിയില്ല. നമുക്ക് എന്നാലും ഇവിടെ ഒരു പ്ലെയർ ഷോട്ടാണ് ആൻഡ് ക്ലബ് വാസ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ്. നമ്മുടെ നിർബന്ധപൂർവ്വം നമ്മൾ പോയി പിടിച്ച് സൈൻ ചെയ്ത് എന്തൊക്കെ പുകിലായിരുന്നു. 62 മില്യൺ പൗണ്ട് പ്ലസ് ആഡ് ഓൺസ്, മറ്റേത് മറിച്ചത്. ആർസണലിനേക്കാളും കൂടുതൽ ആഡ് ഓൺസ് നമ്മൾ കൊടുക്കുന്നു, കൂടുതൽ അച്ചീവബിൾ ആണെന്ന് പറയുന്നു, മറ്റേതാണോ മറിച്ചത് എന്നൊക്കെ പറയണം. അവസാനം ആഡ് ഓൺസ് ഒന്നുമില്ല. ഇവൻ ബാനിൽ പോയി പെട്ടുപോകുന്ന ആരും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അതങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് വേറെ നിവൃത്തിയില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാണ്? അവൻ ഇന്നസെൻസ് ക്ലെയിം ചെയ്യുകയാണ്. അറിയാണ്ട് പറ്റിപ്പോയതായിരിക്കും. ഇങ്ങനെ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ചില മെഡിക്കേഷൻസിൽ ഈ ബാൻഡ് ആയുള്ള സബ്സ്റ്റൻസ് വന്ന് കണ്ടുപിടിക്കുകയും അത് അവരുടെ രാജ്യത്തിൽ എടുക്കുന്ന മെഡിക്കേഷനിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ടെസ്റ്റ് കിടക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇഷ്യൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതൊരു പക്ഷേ ഫുട്ബോളേഴ്സിന് കുറച്ചും കൂടെ സീരിയസ്നെസ് വരും. കാരണം ഈ റാൻഡം ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങളും പെട്ടുപോവാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പറ്റിപ്പോയത് ഇവന്റെ കേസിലാണ്. ചെൽസിയെ സംബന്ധിച്ച് ഐ തിങ്ക് വി ആർ ഫൈൻ. കാരണം ഒരു ടീമിനെ സംബന്ധിച്ച് ഐ ഡോണ്ട് തിങ്ക് വിൽ ഹാവ് മച്ച് മോർ എൻ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവൻ ആർസണലിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഡെവലപ്ഡ് ആയേനെ. കാരണം നമ്മളൊരു ഭയങ്കര ഒരു കെയോട്ടിക് എൻവയോൺമെന്റ് ആയിരുന്നു. ആർസണൽ മോർ ഓഫ് സ്റ്റേബിൾ എൻവയോൺമെന്റ് ആയിരുന്നു. പക്ഷെ ആർസണലിനെ സംബന്ധിച്ച് ഐ തിങ്ക് ദേ ഹാവ് ഇനഫ് പ്ലേയേഴ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മിഖായിലോ മുഡ്രിക്കിന്റെ ഭാവി വലിയൊരു ചോദ്യം ചിഹ്നമായി മാറുന്നു, അല്ലെങ്കിൽ മാറി. ഡെഫിനറ്റ്ലി എ ബാൻ കമ്മിങ് ഇൻ. എത്ര കൊല്ലത്തെ ബാൻ ആണെന്നുള്ളത് കൂടുതലും നമുക്ക് വേറെ വിശേഷങ്ങളുമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അധികം ഇതിനെക്കുറിച്ച് നീട്ടി പറയുന്നൊന്നുമില്ല. കാരണം പറയാനൊന്നുമില്ല. സ്പീഡി റിക്കവറി എന്നും പറയാനില്ല, വിഷ് ഓൾ ദ ബെസ്റ്റ് എന്നും പറയാനില്ല. വി മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി സംസാരിക്കാനുള്ള ട്രാൻസ്ഫർ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമാണ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ചെൽസിക്കാരൻ.